തമിഴ്നാട്ടിൽ CPIM DMK പോര് ശക്തമാകുന്നു. CPIMനെയും തമിഴ്നാട് സെക്രട്ടറി പി ഷൺമുഖത്തെയും കടന്നാക്രമിച്ച DMK മുഖപത്രമായ മുരശുലയിൽ ലേഖന പരമ്പര. ലേഖനത്തിൽ പിണറായി വിജയനെയും കേരളത്തിലെ മുൻ CPIM സർക്കാരിനെയും വിമർശിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദാനിക്കുമൊപ്പം നിൽക്കുന്ന പിണറായി വിജയന്റെ ചിത്രവും മുരശുലയിലെ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ലേഖന പരമ്പരയെ വിമർശിച്ച CPIMും TVKയും രംഗത്തെത്തി. തങ്ങൾ DMKയെ ഒരു എതിരാളിയായി കാണുന്നില്ലെന്നും എന്നാൽ DMK CPIMനെ ഒരു എതിരാളിയായി കാണാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ലേഖനം വെളിപ്പെടുത്തുന്നുവെന്ന് CPIM MP സു വെങ്കിടേശൻ കുറ്റപ്പെടുത്തി. ഇതിനിടെ തമിഴ്നാട് ഉപതെരഞ്ഞെടുപ്പിൽ MK സ്റ്റാലിൻ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായിട്ടുണ്ട്. മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഒഴിഞ്ഞ ട്രിച്ചി ഈസ്റ്റിൽ സ്റ്റാലിൻ മത്സരിക്കുമെന്നാണ് അഭ്യൂഹം. മത്സരിക്കാനുള്ള സാധ്യത സ്റ്റാലിനും തള്ളിയിട്ടില്ല. തമിഴ്നാട്ടിലെ DMK CPIM പ്രത്യയശാസ്ത്ര പോരിന് കാരണമായത് എന്തെല്ലാം? നിയമസഭയിലേക്ക് വീണ്ടും ഒരു അംഗത്തിന് സ്റ്റാലിൻ മുതിരുമോ? കാണാം RD എക്സ്ട്രാക്ട്. തമിഴ്നാട് CPIM സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖത്തിനെതിരെയുള്ള ലേഖന പരമ്പരയിലാണ് DMK മുഖപത്രമായ മുരശുലി കേരളത്തിലെ CPIMന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നത്. പി ഷൺമുഖത്തിന്റെ യഥാർത്ഥ മുഖം മൂന്നാം ഭാഗം എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട ലേഖനത്തിൽ അദാനിക്കും മോദിക്കുമൊപ്പം പിണറായി വിജയൻ നിൽക്കുന്ന ചിത്രവും മുരശുലി പങ്കുവച്ചിട്ടുണ്ട്. ലേഖനത്തിലെ പ്രധാന ആക്ഷേപങ്ങൾ ഷൺമുഖത്തിനെതിരെയാണെങ്കിലും കേരളത്തിലുണ്ടായ കനത്ത തോൽവിക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാമ്പത്തിക നയങ്ങളാണോ എന്നും DMKയുടെ മുഖപത്രം ചോദിക്കുന്നു. DMK സർക്കാർ നവലിബറൽ സാമ്പത്തിക നയം സ്വീകരിച്ചതിൽ ജനങ്ങൾ രോഷാകുലരാണെന്ന പി ഷൺമുഖത്തിന്റെ പ്രസ്താവനയെയും പിണറായി വിജയന്റെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി പത്രം മറുപടി നൽകുന്നുണ്ട്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അദാനി ഗ്രൂപ്പിന്റെ നിക്ഷേപങ്ങൾ അനുവദിച്ചുകൊണ്ട് PPP മോഡൽ എന്ന നവലിബറൽ നയം ഔദ്യോഗികമായി സ്വീകരിച്ചു. ഇതിനെ അന്നത്തെ വ്യവസായ മന്ത്രി കൂടിയായ CPIM നേതാവ് P രാജീവ് ന്യായീകരിച്ചിരുന്നു. അത് കാണാതെ DMKയെ വിമർശിക്കുന്ന ഷൺമുഖം തന്റെ അവസരവാദ രാഷ്ട്രീയവും വ്യർത്ഥമായ വാദങ്ങൾ ഉന്നയിക്കുന്നതും നിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്. RD എക്സ്ട്രാക്ട് ന്യൂസ് മലയാളം. ചില പ്രതികരണത്തിലേക്കാണ്. CPIMനെ പിന്തുണച്ചുകൊണ്ടാണ് തമിഴ്നാട് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രിയും TVK നേതാവുമായ രാജ്മോഹൻ ഇന്ന് പ്രതികരിച്ചത്. കരുണാനിധി ജീവിച്ചിരുന്നുവെങ്കിൽ CPIMനെതിരെ മുരശുലയിൽ ഇങ്ങനെയൊരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കില്ലായിരുന്നുവെന്ന് രാജ്മോഹൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടറി ഷൺമുഖത്തെ പോലെ ജീവിക്കാൻ DMK നേതാക്കൾക്ക് സാധിക്കുമോ എന്ന് രാജ്മോഹൻ ചോദിച്ചു. டானிக் குடித்து வளர்ந்தவர் இது அவங்கள மாதிரி டாஸ்மாக் டானிக் குடித்து வளர்த்தவர் அவரு எவ்வளவு மோசமா விமர்சிப்பீங்க? அப்ப அரசியல் என்பது நாகரிகத்தினுடைய எல்லையில் நிக்க வேண்டும். முத்தமிழறிஞர் கலைஞர் உயிரோடு இருந்தால் இதை கடுமையா கண்டிச்சிருப்பாரு. எவ்வளவு மோசம்! அப்ப நாகரிக அரசியல் நோக்கி திரும்பணும். CV சண்முகமும் பே சண்முகமும் ஒன்று என முரசொலி எழுதுகிறது என்று சொன்னால் எத்தனை பெரிய வன்மம்! ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ സാധ്യത തള്ളാതെയായിരുന്നു തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പ്രതികരണം. മത്സരിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് തീരുമാനം എടുത്തിട്ടില്ല എന്നായിരുന്നു സ്റ്റാലിന്റെ പ്രതികരണം. கிழக்குல நீங்க போட்டிடுறதா முதலமைச்சர் நேரு ஒரு பேச்சு இருக்காப்ல, நீங்க மீண்டும் வருவீங்கன்னு சொல்லியிருக்காரு. முடிவு பண்ணலைங்க. முடிவு பண்ணா சொல்றோம். ആദ്യം നല്ല രീതിയിൽ ടേംസിലായിരുന്നല്ലോ ഇവർ. പിന്നീട് ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലേഖന പരമ്പരകളാണ്. പത്രത്തിൽ എഴുതി അങ്ങനെ വരും. അതിൽ നമ്മുടെ കേരള രാഷ്ട്രീയം കൂടെ കടന്നു വരുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഇതിനകത്ത് നമുക്കിനി ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം. അതായത് ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ട് എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് രേഖപ്പെടുന്നത് എങ്ങനെയൊക്കെ ഡ്രമാറ്റിക്കായിട്ട് രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ ബന്ധങ്ങളെയും മാറ്റാം എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമായിട്ട് നമ്മളിതിനെ കണ്ടാൽ മതി. കാരണം MK സ്റ്റാലിനും പിണറായി വിജയനും സഹോദരങ്ങളെ പോലെയായിരുന്നു അവർ. അവിടെ ഭരിക്കുമ്പോൾ ഇവിടെ ഭരിക്കുമ്പോഴും വളരെ സൗഹൃദത്തോട് കൂടിയിട്ട് രണ്ടുപേരും ചേർന്ന് ഒരൊറ്റ ബെൽറ്റായിട്ട് ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. നല്ല സ്നേഹ ബഹുമാനങ്ങളോടെയായിരുന്നു പരസ്പരം ഉണ്ടായിരുന്നത്. ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ഈ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പത്രത്തിൽ അദ്ദേഹത്തെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് ആ നിലക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവി ഡ്രമാറ്റിക്കായിട്ട് രാഷ്ട്രീയത്തെ മാറ്റിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഇതിനകത്ത് അവർക്കവിടെ ഇപ്പോൾ പി ഷൺമുഖത്തിന് അദ്ദേഹത്തിന് ഇപ്പം രാജ്മോഹൻ മന്ത്രി പറഞ്ഞു കേട്ടില്ല. അതായത് ഈ പി ഷൺമുഖത്തെക്കുറിച്ചാണോ നിങ്ങൾ എഴുതിയിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിതം ജീവിക്കുന്ന പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. പി ഷൺമുഖത്തിൻ്റെയും അവിടുത്തെ CPIMൻ്റെയും ഏറ്റവും വലിയ ബലം അവരുടെ പ്രത്യയശാസ്ത്ര സ്ഥൈര്യവും അവരുടെ ജീവിതശൈലിയും അവരുടെ അഴിമതി വിരുദ്ധതയും ഒക്കെയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്രയും വലിയ ഒരു സർക്കാരിൻ്റെ ഏറ്റവും നിർണായകമായ സമയത്ത് അവിടെ ചെന്നിട്ട് പിന്തുണ കൊടുത്തിട്ട് പോലും മന്ത്രിസ്ഥാനമൊന്നും അവർക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ. അവരുടെ പ്രത്യയശാസ്ത്ര അവരുടെ വിശുദ്ധിക്കകത്ത് അവർ നിൽക്കുന്നത്. അപ്പോൾ അത്
ഇനി DMK ഏതായാലും വലിയ അഴിമതിക്കാരനാണ്, DMK ആ കുഴപ്പക്കാരാണ്. അതുകൊണ്ട് TVK എന്തായാലും വളരെ ശക്തിയായിട്ട് ഇപ്പോൾ നിൽക്കുമ്പോൾ ഇനി ഏതായാലും അതിനെ തള്ളി പറഞ്ഞേക്കാമെന്ന തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ടാകണം. പി ഷൺമുഖം അത് പറഞ്ഞുകൊണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ DMK സമ്മതിച്ചത് കൊണ്ടാണ് CPM ഉം CPI ഉം അങ്ങോട്ട് പോയത് എന്നൊരു നെറേറ്റീവ് ആദ്യം മുതലേ ഉണ്ട്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അത് DMK-ക്കാർ പറയുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്തേക്കും വന്നതിന് ശേഷവും DMK-ആണ് ഞങ്ങളെ നയിക്കുന്നത് എന്ന നിലപാട് വരാൻ പാടില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഷൺമുഖം അതിനെ എതിർത്തു. അതേ തുടർന്നാണ് തീക്കതിരിൽ എന്ന് വെച്ചാൽ CPM-ൻ്റെ മുഖപത്രത്തിൽ ലേഖനം, മുരശുലയിൽ DMK-യുടെ മുഖപത്രത്തിൽ അങ്ങോട്ട് ലേഖനം. അപ്പോൾ കാര്യങ്ങളൊന്ന് കലുഷിതമാവുകയാണ്. പിന്നെ സ്റ്റാലിൻ മത്സരിച്ചേക്കാമെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയപ്പെടുന്നൊരു കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് ഒരു തരത്തിലും അദ്ദേഹമാണെങ്കിൽ പോലും വിജയിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ട്. നമുക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം അല്ലേ? തീർച്ചയായും.